സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ആ വ്യക്തിത്വവും സ്വഭാവ മഹിമയും എനിക്ക് മറക്കാനാവുന്നില്ല. മറക്കില്ല. കൂട്ടുകാരികളോടൊക്കെ ഞാൻ എന്റെ സ്പോൺസറെ പറ്റി പറഞ്ഞു. എല്ലാവരും വിശാലഹൃദയനായ ആ മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നു. കോളേജിൽ ഒന്ന് വരണം, ഉപേക്ഷ വിചാരിക്കരുത്. ക്ലാസ് തുടങ്ങി ഞാൻ നന്നായി പഠിക്കുന്നു. എന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായി ആ രൂപം ഞാൻ മനസ്സിൽ ധ്യാനിക്കാറുണ്ട്. അതെനിക്ക് വല്ലാത്ത ആവേശവും പ്രോത്സാഹനവും നൽകുന്നു. അവിടുത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്പിളിക്ക് കഴിയുമാറാകണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. സ്നേഹപൂർവം അമ്പിളി. 46. എന്തോന്ന് 46? 46ാമത്തെ പ്രാവശ്യമാണ് അമ്പിളിയുടെ കത്ത് വായിക്കുന്നതെന്ന്. ഓരോ തവണ വായിക്കുമ്പോഴും അമ്പിളിയുടെ മനസ്സിലിരിപ്പ് അങ്ങനെ തെളിഞ്ഞെളിഞ്ഞു വരികയല്ലേ. കത്തിന്റെ തുടക്കം എങ്ങനെ മണിയ? സ്നേഹവും ബഹുമാനവും നിറഞ്ഞ കുത്ത് കുത്ത് കുത്ത്. ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെയും കുത്ത് കുത്ത് കുത്ത്. വല്ലതും പിടി കിട്ടിയോ? കിട്ടി. ഈ കുത്തൂത്തിനകത്താണ് അമ്പിളിയുടെ ഹൃദയം തുറന്നു കിടക്കുന്നത്. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. അതൊന്നും ആയിരിക്കില്ല. രാവുണ്ണിയുടെ ഇടിയും കുത്തും കൊണ്ട് വളർന്നതല്ലേ. ആ കുത്തൊക്കെ അമ്പിളി കത്തിലിട്ടിരിക്കുക. ശരി, സമ്മതിച്ചു. ദിവസം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ആ രൂപം, അതായത് ആ കിടക്കണ രൂപം മനസ്സിൽ ധ്യാനിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായില്ല. അന്ന് ഹോസ്റ്റലിൽ നിന്ന് പോരുമ്പോ അമ്പിളിയുടെ ഒരു രീതിയും ഭാവവും കണ്ടപ്പോഴേ ഞാൻ തീർച്ചപ്പെടുത്തിയതാ. ഇപ്പൊ കത്തും കൂടി വായിച്ചു കേട്ടപ്പോ ഉറപ്പായി അമ്പിളി അപ്പൂട്ടനെ സ്നേഹിക്കുന്നു. എന്താ പൂട്ടാ ഒന്നും മിണ്ടാത്ത? എങ്ങനെ മിണ്ടാൻ? പുയ്യാപ്പളിന്റെ മനസ്സല്ലേ. അപ്പോഴേക്കും പുയ്യാപ്പളിന്റെ മനസ്സിനകത്തൊരു ചീറ്റല്. അപ്പോഴേക്കും പുയ്യാപ്പളന്റെ മനസ്സിനകത്തൊരു ചീറ്റല്. എന്തൊക്കെയാണ് അവൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. അത് തെറ്റാണ്. മുളയിലെ നുള്ളണം. ഒരു പുണ്യാളെ. അതെ, പെൺകുട്ടികൾക്ക് ചിലപ്പോ തെറ്റ് പറ്റിയെന്ന് വരും. അത് തിരുത്തേണ്ടതേ നമ്മൾ വലിയവരുടെ ചുമതലയാ. പ്രേമെന്നൊക്കെ പറഞ്ഞ എന്താ കുട്ടികളിയാ? നമ്മൾ നാളെ തന്നെ കോളേജിൽ പോകുന്നു. എന്തിനാടാ? അവളെ ഉപദേശിക്കണം. ഇപ്പോഴേ പ്രേമവും സ്നേഹവും ഒക്കെ തുടങ്ങിയ അമ്പിളിയുടെ പഠിത്തത്തെ ബാധിക്കില്ലേ? ഇപ്പൊ തന്നെ 15,000 രൂപ കഴിഞ്ഞു. ഇനി എത്രയാവുന്നൊരു നിശ്ചയില്ല. അതിനിടയ്ക്ക് ആ പ്രേമം. ഇതാ വെറുതെ കള്ളിന്റെ പുറത്ത് പറയുക. അല്ല, സ്വഭാവത്തോടെയാ. നാളെ നമ്മൾ അമ്പിളിയെ കാണാൻ പോകുന്നു. ഹലോ, എങ്ങോട്ടാ? ആരാണെന്ന്? അപ്പുട്ടൻ, താമരക്കുളം പഞ്ചായത്ത് മെമ്പർ. കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. ആട്ടെ, സാറന്മാർക്ക് എന്താ വേണ്ടത്? അമ്പിളിനൊന്ന് കാണണം. ഇവനാണ് സർവ്വ ചെലവും കൊടുത്ത് അവളെ പഠിപ്പിക്കണേ. അതെ, ഇപ്പൊ തന്നെ രൂപ 15,000 ചില്ലുവാനും കൊടുത്തു കഴിഞ്ഞു. അമ്പിളി ഇപ്പൊ എവിടെയുള്ളത്? ആകാശത്തെങ്ങാനും പോയി തപ്പ്. ഇപ്പൊ എത്തുവാൻ പറ്റില്ല. എന്തോ ആളാക്കിയതാണല്ലേ. നല്ല തണ്ടും തടിയുണ്ടല്ലോ. കേടാക്കണോ? അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കും അല്ലേ? മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും. പോയിക്കോ. നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്പിളിയെ കാണാൻ വന്നാൽ നമ്മൾ അമ്പിളിയെ കണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഇനി ആരെങ്കിലും തടയാനോ പിടിക്കാനോ വന്നാൽ നേരിടാൻ ഒരു ഉശിരി വേണ്ടേ മണിയാ? ഉശിരുണ്ടാക്കാനുള്ള നല്ല ഉശിരൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സോഡ നവീഷ് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. പകുതി സോഡയ്ക്ക് പകുതി മറ്റവൻ. അന്ന് അമ്പിളിയും കൊണ്ട് മാധവട്ടം കോളേജിൽ വന്നതല്ലേ. എങ്ങോട്ടാ പോണ്ടേ? അതാ ഞാനും ആലോചിക്കുന്നത്. അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ. പോയ വഴിക്ക് ഒരു പുളിവാകയും 2 ശീമ കൊന്നഞ്ഞ അടയാളം നോക്കി വെച്ചതാ. അതിപ്പോ എവിടെ? വെറുതെ വേണ്ടട്ടോ. മര്യാദക്ക് പോയി അമ്പിളിയെ കണ്ടുപിടിക്കാം. ഒരു പുളിവാകയും 2 ശീമ കൊന്ന. അതെ, നമുക്കും അന്വേഷിക്കാം, കാഴ്ചകളും കാണാം. വാടാ. ഹലോ, നമ്മൾ ഇങ്ങനെ എത്തിയും പതുങ്ങി നടന്നാൽ സൈറ്റ് അടിക്കാൻ വന്നാന്ന് വിചാരിക്കും. ഏതെങ്കിലും ക്ലാസ് മുറി കയറി ചോദിക്കാം. അത് വേണോ? വേണം. ചോദിച്ചാലെന്താ? തൂക്കിക്കൊല്ലൊന്നുമില്ലോ. വരുന്നടാ. See, pathogenesis of TIA. അമ്പിളി, Transient is coming. അമ്പിളി, അമ്പിളി. Hey, who are you? What do you want? My name is അപ്പുട്ടൻ. Silence, please. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാർ, ഞാൻ അപ്പൂട്ടൻ. ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഉപദേശിക്കാനാ വന്നത്. ഇത് ക്ലാസ് റൂം ആണ്. ഡിസ്റ്റർബ് ചെയ്യരുത്. പ്ലീസ് ക്ലിയർ ഔട്ട്. നീ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ലാണ് മൂപ്പര് പറയണേ. I say you get out. അതിന് സാറത്തിന് ചൂടാവുന്ന കാര്യം പറഞ്ഞാ പോരെ? സാറ് പെമ്പറുന്നേരത്തായിട്ട് വീട്ടിൽ വഴിക്കിട്ട വന്നല്ലേ. പോവാം. അമ്പിളി ഇവിടെ ഇല്ല. Nonsense.
പോയി പ്രിൻസിപ്പലിനോട് പറഞ്ഞേക്കൂ. ഈ കോളേജ് വാദ്യമാരൊക്കെ വലിയ മാന്യമാരാണ് വിചാരിച്ചത്. നമ്മളെക്കാൾ തല്ലിപ്പൊളികളെ. ഇനി വാദ്യാരന്മാരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അമ്പിളിന്ന് പേരെടുത്ത് ഉറക്കെ വിളിച്ച് അന്വേഷിക്കാം. അമ്പിളി വിളി കേൾക്കും, ഇറങ്ങി വരും. ആ അത് നല്ലൊരു ഐഡിയ. എന്നാൽ ഇക്കായും പക്കത്തിന് ഈ വഴിക്ക് പോയിക്കോ, ഞങ്ങൾ ആ വഴിക്ക് നീങ്ങാം. ആ, അമ്പിളി അമ്പിളി താമരക്കുളത്ത് അമ്പിളിയുടെ ക്ലാസ് ഏതാ? താമരക്കുളത്ത് അമ്പിളിയോ? ആ നമ്മുടെ കള്ളുടിയ രാവുണ്ണിയുടെ മോൾ അമ്പിളി. ഏതിയറ? അപ്പൊ അങ്ങനൊന്നുമില്ല, ഇരുനിറത്തിലുള്ള പെങ്കൊച്ച്. ആ ലാബി കാണും. ലാഭോ? അതെവിടെ ആയിരിക്കും? സാർ 4-5 പേര് ഗുണ്ടകളാണെന്ന് തോന്നുന്നു. ക്ലാസ്സുകളിൽ കയറി ശല്യം ഉണ്ടാക്കുന്നു. വാട്ട്? സെക്യൂരിറ്റി വിളിക്കേ. അമ്പിളി 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 ഓർത്തോ? എന്തോ മറന്നത് ഓർമ്മിപ്പിക്കാനുള്ള മണിയെ ഈ ബോർഡ്. നമ്മൾ എന്തെങ്കിലും മറന്നോ? അയ്യോ അല്ല, ഏ? ഇവിടെയാണ് മനുഷ്യർക്ക് ഓർമ്മശക്തി ഉണ്ടാകാനുള്ള ചികിത്സ നടത്തുന്നത്. ഓഹോ, അങ്ങനെയാണോ? ആ, ഓർമ്മശക്തി ഉണ്ടാക്കാനുള്ള ചികിത്സയ്ക്ക് ഓർത്തോ, കേൾവി ശക്തി ഉണ്ടാക്കാനുള്ളത് കേട്ടോ, കാഴ്ച ശക്തി ഉണ്ടാക്കാനുള്ളത് കണ്ടോ, ഇനി ആഹാരത്തിന് ആർത്തി കൂട്ടാനാണെങ്കിൽ അത് ആർത്തോ. ഓ, എന്തെല്ലാം സൈസ് ചികിത്സകളാണല്ലേ. പിന്നെ അമ്പിളി 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 ഈ താമരക്കുളത്തെ അമ്മിയോ. അമ്പിളി ഡാക്ടറെ, അമ്പിളി ഡാക്ടറെ കണ്ടായിരുന്നു. ഡോക്ടറെ അമ്പിളി അപ്പൂട്ടനെയാണോടാ ഓടിക്കുന്നത്? മണിയ അടിച്ച് നിരത്ര തുടങ്ങിക്കോ. അമ്പിളി നിന്റെ നാട്ടുകാരാൻ തോന്നുന്നു. അമ്പിളിന്ന് വിളിച്ചോണ്ട് ക്ലാസ്സിലൊക്കെ കയറി ബഹളം ഉണ്ടാക്കി. കൊമ്പമീശ വെച്ച നല്ല നീളമുള്ള ഒരാള് സെക്യൂരിറ്റിക്കാരെ കടിച്ചു ചുരുട്ടി. വളരെ പ്രയാസപ്പെട്ട് 3-4 പേരെ പിടിച്ചു. ഇനി ഒരാളെ കൂടി കിട്ടാനുണ്ട്. അമ്പിളി എന്താ കുട്ടി, ഇവരെയൊക്കെ അറിയോ? എന്റെ നാട്ടുകാരാണ് സാർ. ഇത് അപ്പൂട്ടൻ, എന്റെ സ്പോൺസറാ. ഓ, ഞാൻ മണിയൻ. ഞാൻ വക്കച്ചായി. ഞാൻ കുഞ്ഞാമൂട്ടി. സാറിന് വേണേ ആമൂട്ടിക്കാന്ന് വിളിക്കാം. ഓ, ഐ സി. സർ, ലാബിൽ നിന്ന് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എടുത്തോളൂ. അപ്പൊ നിങ്ങളാണ് അമ്പിളിയുടെ സ്പോൺസർ? അതെ സർ. ഇതുവരെ 15,000 ഒരു മാനേഴ്സ് വേണ്ടേ? ഇങ്ങനെയാണ് സ്റ്റുഡന്റിനെ അന്വേഷിച്ച് വരുന്നത്. കോളേജിൽ വരുമ്പോ ചില ഡിസിപ്ലിൻ ഒക്കെ പാലിക്കണമെന്ന് അറിയില്ലേ? ഇവര് കാരണം മൊത്തം ക്ലാസ് ഡിസ്റ്റർബ് ആയി സർ. എന്താ പോലീസിനെ ഏൽപ്പിക്കട്ടെ? അരുത് സാർ, പാവങ്ങളാ, അറിയാഞ്ഞിട്ടാ. ഒരു തവണത്തേക്ക് മാപ്പ് കൊടുക്കണം സാർ. മേലിൽ ആവർത്തിക്കരുത്. യു കെൻ ഗോ. സാർ, ഞങ്ങളോടൊപ്പം വന്ന് മാധവേട്ടനെ കാണാനില്ലേ സാർ? ഓ, ഇനി ഒരു മിസ്സിംഗ് കേസ് കൂടി ഉണ്ടോ? എവിടെയെങ്കിലും കാണും. വിളിച്ചോണ്ട് പോയിക്കോളണം. നോൺസെൻസ്. സർ, ഒരു ഡെഡ് ബോഡി കിടന്നിടത്ത് ഇപ്പോ 2 ഡെഡ് ബോഡി കിടക്കുന്നു. എങ്കിലൊന്നും മാധവേട്ടൻ തന്നെ.